ലോക സിനിമയിലെ എക്കാലത്തെയും വലിയ ആക്ഷൻ റോളുകൾക്ക് പേരുകേട്ട നടനാണ് അന്റോണിയോ ബന്ദേരാസ്. നീളൻ മുടിയും പൗരുഷം നിറഞ്ഞ മുഖഭാവവുമായി ഒരു കാലത്ത് സ്ത്രീകളുടെ ഒരു ആരാധ്യ പുരുഷനായിരുന്നു അന്റോണിയോ ബന്ദേരാസ്. ജോസ് അന്റോണിയോ ഡൊമിംഗ്യൂസ് ബന്ദേര എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. 1960 ഓഗസ്റ്റ് 10 സ്പെയിനിലെ അൻഡലൂഷ്യയിലെ മലാഗ എന്ന സ്ഥലത്താണ് അന്റോണിയോ ബന്ദേരാസ് ജനിക്കുന്നത്. സിവിൽ ഗാർഡ് ഓഫീസറായ ജോസ് ഡൊമിംഗ്യൂസ് പ്രീറ്റോ അച്ഛൻ, അമ്മ അനാ ബന്ദേര ഒരു അധ്യാപിക. ഫ്രാൻസിസ്കോ എന്ന പേരുള്ള ഒരു ഇളയ സഹോദരനും അന്റോണിയോ ബന്ദേരാസിനുണ്ട്. കുട്ടിക്കാലത്ത് ഒരു ഫുട്ബോൾ താരമാകാനായിരുന്നു ബന്ദേരാസിന്റെ ആഗ്രഹം. എന്നാൽ കുട്ടിയായിരിക്കുമ്പോൾ സംഭവിച്ച കാലിന്റെ ഒരു ഒടിവ് ഫുട്ബോൾ താരമാകാനുള്ള ആഗ്രഹത്തിൽ നിന്നും അദ്ദേഹത്തെ തട്ടിയകറ്റി. പിന്നീട് മലാഗയിലെ സ്കൂൾ ഓഫ് ഡ്രാമാറ്റിക് ആർട്സിൽ അദ്ദേഹം അഭിനയം പഠിക്കാൻ ചേർന്നു. അവിടെ തിയേറ്ററുകളിലൊക്കെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച് അദ്ദേഹം മുൻപോട്ട് പോയി. ഈ സമയത്താണ് വിഖ്യാത സ്പാനിഷ് സംവിധായകൻ പെഡ്രോ അൽമോഡോവറിന്റെ ശ്രദ്ധ അന്റോണിയോ ബന്ദേരാസിൽ പതിയുന്നത്. അദ്ദേഹം തന്റെ സിനിമയായ 1982 ഇറങ്ങിയ ലാബിരിന്ത് ഓഫ് പാഷൻ എന്ന സിനിമയിൽ ബന്ദേരാസിന് ഒരു വേഷം നൽകി. പിന്നീട് പെഡ്രോയുടെ തന്നെ മറ്റൊരു ചിത്രമായ 1987 ഇറങ്ങിയ ലോ ഓഫ് ഡിസയറിൽ അന്റോണിയോ ബന്ദേരാസ് ഒരു സ്വവർഗ അനുരാഗിയായി വേഷമിട്ടു. ഈ കഥാപാത്രം ബന്ദേരാസിന് ഒരുപാട് പബ്ലിസിറ്റി ഉണ്ടാക്കിയെടുത്തു. അന്റോണിയോ ബന്ദേരാസ് എന്ന നടനെ സിനിമാ ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നീട് പെഡ്രോയുടെ തന്നെ മറ്റൊരു ചിത്രമായ 1988 പുറത്തിറങ്ങി വിമൻ ഓൺ ദി വെർജ് ഓഫ് എ നെർവസ് ബ്രേക്ക് ഡൗൺ എന്ന സിനിമയിലും ബന്ദേരാസ് ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ഈ സിനിമയുടെ വിജയവും ബന്ദേരാസ് ആ സിനിമയിൽ അഭിനയിച്ച കഥാപാത്രത്തിന്റെ വിജയവും അന്താരാഷ്ട്ര തലത്തിൽ ബന്ദേരാസിന് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുത്തു. ഈ ചിത്രത്തിന് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിച്ചു. പിന്നീട് പെഡ്രോ അൽമോഡോവറിന്റെ തന്നെ ഏറെ വിവാദമായ 1989 ഇറങ്ങിയ ടൈ മീ അപ്പ് ടൈ മീ ഡൗൺ എന്ന സിനിമയിലും അന്റോണിയോ ബന്ദേരാസ് അഭിനയിച്ചു. ഈ സിനിമ അന്റോണിയോ ബന്ദേരാസിന് ഹോളിവുഡിലേക്കുള്ള ഒരു പ്രവേശനമായിരുന്നു. പെഡ്രോ അൽമോഡോവർ എന്ന സ്പാനിഷ് സംവിധായകൻ തന്നെയാണ് അന്റോണിയോ ബന്ദേരാസ് എന്ന നടനെ കണ്ടെത്തുന്നതും അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ ഫേമസ് ആക്കുന്നതും. പിന്നീട് ഹോളിവുഡിൽ എത്തിയതിനു ശേഷം അന്റോണിയോ ബന്ദേരാസ് മികച്ച വേഷങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോയി. ഇതിൽ 1995 സൈൽവസ്റ്റർ സ്റ്റാലോൺ നായകനായ അസാസിൻസ് എന്ന സിനിമയിൽ വില്ലൻ കഥാപാത്രവുമായി അന്റോണിയോ ബന്ദേരാസ് അഭിനയിച്ചു. എന്നാൽ 1995 തന്നെ ഇറങ്ങിയ ഡെസ്പെരാഡോ എന്ന സിനിമയുടെ വിജയമാണ് അന്റോണിയോ ബന്ദേരാസിന്റെ തലവര മാറ്റുന്നത്. ഒരു ടോപ്പ് ആക്ഷൻ സ്റ്റാർ എന്ന നിലയിലേക്ക് അന്റോണിയോ ബന്ദേരാസ് ഈ സിനിമയുടെ വിജയത്തോടെ ഉയർന്നു. പ്രശസ്ത നടി സൽമ ഹൈക്ക് ആയിരുന്നു ചിത്രത്തിലെ നായിക. സൽമ ഹൈക്കിന്റെ ഒരു ബ്രേക്ക് ഔട്ട് റോൾ ആയിരുന്നു ഈ ചിത്രത്തിലേത്. ഇന്റർവ്യൂ വിത്ത് ദി വാമ്പയർ, ദ മാസ്ക് ഓഫ് സോറോ, ഫിലാഡൽഫിയ, അസാസിൻസ്, സ്പൈ കിഡ്സ്, വൺസ് അപ്പോൺ എ ടൈം ഇൻ മെക്സിക്കോ, ദ എക്സ്പെൻഡബിൾസ് 3, പെയിൻ ആൻഡ് ഗ്ലോറി, ദ സ്കിൻ ഐ ലീവ് ഇൻ തുടങ്ങിയവയാണ് അന്റോണിയോ ബന്ദേരാസിന്റെ പ്രധാന ചിത്രങ്ങൾ. ഇതിൽ പെഡ്രോ അൽമോഡോവർ തന്നെ സംവിധാനം ചെയ്ത പെയിൻ ആൻഡ് ഗ്ലോറി എന്ന സിനിമയിലെ അഭിനയത്തിന് 2020 മികച്ച നടനുള്ള ഓസ്കാർ നോമിനേഷനും അന്റോണിയോ ബന്ദേരാസിന് ലഭിച്ചു. അന്റോണിയോ ബന്ദേരാസിന്റെ എക്കാലത്തെ സിനിമാ കരിയർ പരിശോധിച്ചാൽ അതിൽ അന്റോണിയോ ബന്ദേരാസിന്റെ ഏറ്റവും മികച്ച സിനിമയായി ഇന്നും നിൽക്കുന്ന സിനിമയാണ് ദ മാസ്ക് ഓഫ് സോറോ. ജോൺസ്റ്റൺ മക്കല്ലി എന്ന അമേരിക്കൻ എഴുത്തുകാരന്റെ സോറോ എന്ന സാങ്കല്പിക കഥാപാത്രത്തെ അടിസ്ഥാനമാക്കി മാർട്ടിൻ കാമ്പൽ സംവിധാനം ചെയ്ത് സോണി പിക്ചേഴ്സ് വിതരണത്തിനെത്തിച്ച് 1998 ജൂലൈ 17 പുറത്തിറങ്ങിയ
ഒരു സ്വാഷ് ബക്ലർ വിഭാഗത്തിൽപ്പെട്ട ചിത്രമാണ് ദ മാസ്ക് ഓഫ് സോറോ. വാൾപ്പയറ്റും സാഹസിക വീര കഥാപാത്രങ്ങളുടെയും ഒക്കെ കഥ പറയുന്ന ചിത്രങ്ങളാണ് സ്വാഷ് ബക്ലർ ചിത്രങ്ങൾ എന്ന കാറ്റഗറിയിൽ പെടുന്നത്. ജോൺ എസ്കോ, ടെഡ് എലിയാട്ട്, ടെറി റോസിയോ എന്നിവരാണ് ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത്. ഡേവിഡ് ഫോസ്റ്റർ ആണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. ഫിൽ മെഹ്യൂംസ് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം. ജെയിംസ് ഹോണ്ടർ ആണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം. ആന്റണി ഹോപ്കിൻസ്, അന്തോണിയോ ബാന്ദേരാസ്, കാതറിൻ സീറ്റ ജോൺസ്, സ്റ്റുവർട്ട് വിൽസൺ എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ലാസ് കാലിഫോർണിയ എന്ന പ്രദേശം സ്പെയിനിന്റെ അധീനതയിലാണ്. അവിടെ മെക്സിക്കൻ കർഷകരും സാധാരണക്കാരും ഗവൺമെന്റിന്റെ ക്രൂര പീഡനങ്ങൾക്ക് ഇരയാവുകയാണ്. ഇങ്ങനെയിരിക്കെ 1821 മെക്സിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഡീഗോ എന്ന സിനിമയിലെ ഒരു മുഖ്യ കഥാപാത്രം സ്പെയിനെതിരെ പോരാട്ടത്തിനിറങ്ങുന്നു. ഒരു കറുത്ത മുഖംമൂടിയും ധരിച്ച് ഗവൺമെന്റിന്റെ ദുർഭരണത്തിനെതിരെ സോറോ എന്ന പേരിൽ അദ്ദേഹം പോരാടുന്നു. ആന്റണി ഹോപ്കിൻസ് ആണ് സോറോ സീനിയറായി വേഷമിടുന്നത്. എന്നാൽ സോറോയുടെ പോരാട്ടം അധിക നാൾ നീണ്ടു നിന്നില്ല. ഗവൺമെന്റ് സോറോയെ പിടികൂടുകയും അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊല്ലുകയും ചെയ്യുന്നു. ലാസ് കാലിഫോർണിയൻ ഗവർണറായ ഡോൺ റാഫേൽ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. സ്റ്റുവർട്ട് വിൽസൺ എന്ന നടനാണ് ഈ ക്രൂരനായ വില്ലൻ ഗവർണറായി വേഷമിടുന്നത്. ഇങ്ങനെ 20 വർഷത്തോളം ഡീഗോ ജയിലിൽ കഴിയുന്നു. ശേഷം ഡീഗോ ജയിൽ ചാടുകയും തന്റെ ഭാര്യയെ കൊന്ന ആ ഗവർണറെ കൊല്ലാൻ പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ ഡീഗോ അന്റോണിയോ ബന്ദേരാസ് എന്ന നടൻ അവതരിപ്പിക്കുന്ന അലജാൻഡ്രോ എന്ന കള്ളനെ കണ്ടുമുട്ടുന്നു. തന്റെ പിൻഗാമി എന്ന നിലയിൽ ഡീഗോ അവനെ കാണുകയും അവനെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അലജാൻഡ്രോയും ഡീഗോയും കൂടെ ഒരുമിച്ച് ഗവൺമെന്റിനെതിരെ പോരാട്ടത്തിനിറങ്ങുകയാണ് സോറോ എന്ന സൂപ്പർ ഹീറോയായി. ഡീഗോയെ പോലെ അലജാൻഡ്രയ്ക്കും കൈപ്പേറിയ ഒരു ഭൂതകാലമുണ്ട്. ഗംഭീരമായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും സ്പെഷ്യൽ എഫക്റ്റുകൾ കൊണ്ടും കാണുന്ന പ്രേക്ഷകന് ഒരു മികച്ച അനുഭവം നൽകുന്ന സിനിമയാണ് ദ മാസ്ക് ഓഫ് സോറോ. മികച്ച കഥ, കഥയുടെ അവതരണം, സംവിധാനം, അഭിനേതാക്കളുടെ പെർഫോമൻസ്, മികച്ച സംഗീതം, മികച്ച ശബ്ദം, മികച്ച കോസ്റ്റ്യൂം എന്നിവയിലെല്ലാം സിനിമ മികവ് പുലർത്തുന്നു. അന്റോണിയോ ബാന്ദരാസും ആന്റണി ഹോപ്കിൻസും തന്നെയാണ് സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇറങ്ങിയ സമയത്ത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് സിനിമ നേടിയത്. 95 മില്യൺ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം 250 മില്യൺ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി. മികച്ച ശബ്ദം, മികച്ച സൗണ്ട് എഫക്ട് എഡിറ്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഓസ്കാർ നോമിനേഷനും സിനിമയ്ക്ക് ലഭിച്ചു. സൂപ്പർ ഹീറോ സിനിമകൾ, ആക്ഷൻ സിനിമകൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു മികച്ച സിനിമയാണ് ദ മാസ്ക് ഓഫ് സോറോ.